നമ്മളിപ്പോൾ ഈ പരിശോധന നടത്തിയിരുന്ന വീട്ടിൽ ജോലിക്ക് എത്തിയിരുന്നു. ഇവിടെ മണ്ണിടുന്നതിനും മറ്റുമായി ജോലിക്ക് എത്തിയിരുന്നു. ഇയാൾ ഭാര്യയുമായും ഒരു ദിവസം ഇവിടെ എത്തിയിരുന്നതായാണ് വീട്ടുകാർ പറയുന്നത്. അങ്ങനെ സാധാരണഗതിയിൽ പണിക്ക് സാധാരണ 9 മണിക്ക് ശേഷമാണ് മറ്റു തൊഴിലാളികൾ വരുന്നത്. അതിനു മുമ്പായി ഭാര്യയുമായി ഇവിടെ എത്തുകയും വീടിൻ്റെ പിൻവശത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ സമീപത്ത് വെച്ച് ഈ ഫോൺ വന്ന കാര്യത്തെ ചൊല്ലി തർക്കമുണ്ടായി. അവിടെ വെച്ച് തല കരിങ്കൽ കൽക്കെട്ടിൽ ഇടിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കുഴിച്ച് മണ്ണ് ഇട്ട് മൂടുന്നതിന് മുമ്പായി വീണ്ടും പിക്കാസ് ഉപയോഗിച്ച് തലയ്ക്ക് അടിക്കുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഭാര്യയുടെ തിരോധാനത്തിൽ തനിക്ക് പങ്കില്ല എന്ന് അറിയിക്കുന്നതിനായി പലതവണ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിയിരുന്നു. ഈ 17-ാം തീയതി ഇയാൾ ഭാര്യയെ കാണുന്നില്ല എന്ന് സംബന്ധിച്ച് പോലീസിൽ ഒരു പരാതി കൊടുക്കുന്നു. അങ്ങനെ അയർക്കുന്ന പോലീസ് ഇയാളിൽ നിന്ന് വിവരശേഖരണം നടത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം വൈകിട്ട് സ്റ്റേഷനിലെത്താൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇയാൾ എത്താതിരുന്നതാണ് പിന്നീട് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അപ്പോൾ ഇയാളെ ബന്ധപ്പെട്ടപ്പോൾ ഇയാൾ എറണാകുളം ഭാഗത്താണ് എന്ന് ഫോൺ ടവർ ലൊക്കേഷനിൽ നിന്ന് മനസ്സിലായി. തുടർന്ന് റെയിൽവേ പോലീസുമായി സഹകരിച്ചാണ് പോലീസ് ഇയാളെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോഴും ഇയാൾ ഒരു ക്രിമിനൽ ബുദ്ധി പോലീസിനോട് പ്രയോഗിച്ചു. മക്കളെ 7ഉം 9ഉം വയസ്സുള്ള മക്കളെ നാട്ടിലാക്കാനാണ് താൻ പോകുന്നത്, അതിനുവേണ്ടിയാണ് താൻ പോയത് എന്ന് പറയുന്നു. ഭാര്യയുടെ തിരോധാനവുമായി തനിക്ക് ബന്ധമില്ല എന്നതാണ് അയാൾ പറഞ്ഞത്. പിന്നീട് ഈ കേസിൽ പോലീസിന് ഏറ്റവും നിർണായകമായി മറ്റൊരു തെളിവ് ലഭിച്ചത് ഈ വീടിന് സമീപത്ത്, ഇത് ഏകദേശം ഒരു വലിയ കയറ്റം കയറിയുള്ള ഒരു ഒറ്റപ്പെട്ട ഇടത്താണ് ഈ വീടിരിക്കുന്നത്. സമീപത്ത് മറ്റു വീടുകളില്ല. എതിർവശത്തൊരു വീടുണ്ട്, അത് താഴ്ച പ്രദേശത്താണ് ഇരിക്കുന്നത്. ആ വീട്ടിലെ CCTV ദൃശ്യത്തിൽ നിന്നും പോലീസിന് ലഭിച്ച ദൃശ്യങ്ങൾ ആണ് ഈ കേസിൽ നിർണായകമായത്. ഈ 14-ാം തീയതി രാവിലെ 7:10 ഭാര്യയും ഒന്നിച്ച് ഈ സോണി ഈ ഭാഗത്തേക്ക് നടന്നു പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങളുണ്ട്. പിന്നീട് 7:45 ഇയാൾ മടങ്ങിപ്പോകുന്നതും കാണാം. അപ്പോൾ ഇയാൾക്കൊപ്പം ഭാര്യ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ ഭാഗത്ത് തന്നെ ഇയാൾ കൊലപ്പെടുത്തി മൃതദേഹം ഉപേക്ഷിച്ചു എന്നതിലേക്ക് പോലീസ് എത്തിയത്. എന്തായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ കൊലപാതകം എങ്ങനെയെന്ന് സ്ഥിരീകരിക്കാനാകുകയുള്ളൂ. വീടിന്റെ ഒരു ഭാഗത്ത് കൽക്കെട്ടാണ്. ആ കൽക്കെട്ടിൽ തല വലിച്ചിടിപ്പിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പ്രതി പറയുന്നത്. കൂടാതെ മരണം ഉറപ്പിക്കാൻ വേണ്ടി ശ്വാസമുണ്ടോ എന്ന് നോക്കി അതിനുശേഷം പിക്കാസ് ഉപയോഗിച്ച് തലയ്ക്ക് ആഞ്ഞടിക്കുകയും ചെയ്തു. ഈ മരണകാരണം ആദ്യമുണ്ടായ ആഘാതമാണോ രണ്ടാമതുണ്ടായ ആഘാതമാണോ എന്നതൊക്കെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം ലഭിച്ച ശേഷം മാത്രമായിരിക്കും പറയാൻ കഴിയുക. എന്തായാലും ഇപ്പോൾ മറ്റ് ഇൻക്വസ്റ്റ് നടപടികളും അതോടൊപ്പം ഫോറൻസിക്കിന്റെ അടക്കമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടം നടപടികൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. ഇവരുടെ 7ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികളെ സർക്കാർ അഭയ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനകരമായ കാര്യമാണ്. കൊലപാതകം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടിക്കാൻ കഴിഞ്ഞു. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പൊളിക്കാൻ പോലീസിന് കഴിഞ്ഞു. എന്തായാലും കൃത്യമായ വിവരശേഖരണവും തെളിവെടുപ്പും അടക്കം പൂർത്തിയാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പ്രതിക്ക് കൂടുതൽ ആളുകളുടെ സഹായം ലഭിച്ചിട്ടില്ല എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിനായി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ്. ഭാഷ ചോദ്യം ചെയ്യലിന് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ദ്വിഭാഷയുടെ സഹായത്തോടെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത്. എന്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മാത്രമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. കൂടുതൽ ദിവസം ഇനി കസ്റ്റഡി ആവശ്യമുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കസ്റ്റഡി ആവശ്യപ്പെട്ട് പോലീസ് നാളെ തന്നെ കസ്റ്റഡി അപേക്ഷയും നൽകും. മറ്റിടങ്ങളിൽ തെളിവെടുപ്പിന് കൊണ്ടുപോകേണ്ടതുണ്ട്. കൂടാതെ ഇവരുടെ പല സാധനങ്ങളും ഇയാൾ പലയിടങ്ങളിൽ ഉപേക്ഷിച്ചു, തുണിയും മറ്റ് സാധനങ്ങളും പലയിടത്തും ഉപേക്ഷിച്ചു എന്നുള്ള മൊഴിയും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെയും സംഭവം ജോലി ചെയ്ത ആളുകളൊക്കെ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ അവർ ഇതിന്റെ പുറകെ നടക്കേണ്ടി വരുമോ എന്നൊരു ഭയമൊക്കെ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായി. അയർക്കുന്നം പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഇളപ്പാനി എന്ന സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇളപ്പാനിയിൽ ഡെന്നി അതോടൊപ്പം ജോമോൾ ദമ്പതികൾ പണിയുന്ന വീടാണിത്. അവർ നവംബർ മാസത്തിൽ വീടിന്റെ കൂതാശ നടത്തുന്നതിനായി പള്ളിയിൽ നിന്നും അനുമതിയൊക്കെ മേടിച്ച് അത്തരത്തിലൊരു സന്തോഷത്തിലേക്ക് കടക്കുന്ന ഘട്ടത്തിലാണ് ഈ വാർത്ത അവർക്ക് വലിയ ആഘാതമുണ്ടാക്കുന്നത്. അവരുടെ പ്രതികരണം നമ്മളിപ്പോൾ പങ്കുവച്ചതാണ്. എന്തായാലും പ്രതിയെ പിടിച്ചതിൽ അവർ സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. കാരണം ഒരുപക്ഷെ ഇപ്പോൾ ഈ പ്രതിയെ പിടിച്ചിരുന്നില്ല എങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങളോ അസ്ഥികൂടങ്ങളോ ഒക്കെയും കണ്ടെത്തുകയും മറ്റോ ചെയ്യുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ തങ്ങൾ ആകുമല്ലോ എന്നാണ് അവർ പറയുന്നത്. ഇപ്പോൾ പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഇപ്പോൾ ഇയാളെ പിടികൂടിയത് സന്തോഷകരമായി എന്നാണ് ഇപ്പോൾ വീട്ടുകാർ പ്രതികരിക്കുന്നത്. എന്തായാലും ഇവിടെ ജോലിക്ക് വന്നപ്പോൾ ഒരു തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇത്തരത്തിൽ
ക്രൂരനായ കുറ്റകൃത്യം നടത്തിയ ഒരാളാണെന്നുള്ള തരത്തിലുള്ളൊരു സ്വഭാവ രീതികളൊന്നും ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. ഭാര്യയുമായി ഒരു ദിവസം ഇവിടെ എത്തിയിരുന്നു, പിന്നീട് പല ദിവസങ്ങളിലും ജോലിക്കെത്തി. അപ്പോഴൊന്നും ഇത്തരത്തിലുള്ള സ്വഭാവ രീതികളൊന്നും കാണിച്ചിരുന്നില്ല. വളരെ ശാന്തനായ പ്രകൃതക്കാരനായിരുന്നു. ഭാഷയുടെ പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ട് വലിയ രീതിയിലുള്ള ആശയവിനിമയം ഇയാളുമായി നടത്തിയിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഇവിടെയുള്ളൊരു തൊഴിലാളികളെ, ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ പണിക്കെത്തിക്കുന്ന ആൾ മുഖേനയാണ് ഇവിടെ പണിക്കെത്തിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വീടിന് ചുറ്റും മെറ്റിൽ വിരിക്കുന്ന ജോലികൾ നടന്നിരുന്നു. മണ്ണ് ഉറപ്പിക്കുന്നതിനും മണ്ണിടുന്നതിനുമൊക്കെ മറ്റുള്ള ജോലികൾ നടന്നിരുന്നു. ഇതിനായാണ് ഇവിടെ ഈ ബംഗാൾ സ്വദേശിയായ സോണി എത്തിയത്. സോണിക്ക് 32 വയസ്സാണ്. ഏറെ നാളുകളായി അയർക്കുന്നം പ്രദേശത്താണ് താമസിക്കുന്നത്. തൈക്കൂടം എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളൊക്കെ നന്നായി അറിയാം. അതോടൊപ്പം ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണം ഇവിടെ ഒരു ഒറ്റപ്പെട്ട സ്ഥലമാണ്. ചുറ്റും മറ്റ് വീടുകളില്ല, വലിയ ശ്രദ്ധ ഉണ്ടാവില്ല. നിലവിളി വെച്ചാലും അതോടൊപ്പം മൃതദേഹം കുഴിച്ചിട്ടാലും ഒന്നും ശബ്ദവും മറ്റും പുറത്തു കേൾക്കില്ല എന്നതാണ് ഇയാളെ ഈ ക്രൂരകൃത്യം ചെയ്യാൻ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും വിശദമായ ചോദ്യം ചെയ്യൽ ഇന്നും തുടരും. ധന്യ.